യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ. പൂക്കൾക്ക് സമാനങ്ങളായ വാക്കുകൾ. പൂക്കളാണ്, കായില്ല എന്ന് പറയും. പൂവേ ഉള്ളൂ, കായില്ല, ഫലമില്ലാത്ത പൂക്കൾ മാത്രം. അപ്പോൾ ഇതതിലും കുറച്ചുകൂടെ ഗംഭീര ചോദ്യം ഇതാണ്. ശ്രുത്വ അഭി, എന്താണ് കേട്ടിട്ടുണ്ട്, കേട്ടിട്ട് പോലും. എന്താണ്, എന്തിനെയാ കേട്ടത്? ആത്മാനം, ആത്മാവിനെ, അതിസുന്ദരം ശുദ്ധ ചൈതന്യം. എന്നിട്ടോ ഉപസ്ഥേന്ദ്രിയ സംസക്ത മാലിന്യം അധിഗച്ഛതി. ഉപസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയം. ജനനേന്ദ്രിയ വിഷയങ്ങളിൽ കാമാസക്തനായിരിക്കുന്നത് എന്ത് മഹാരാജൻ എന്ന്. അത് ചെറിയ പയ്യനാ ചോദിക്കുന്നത്. രാജാവിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ശരിക്കും പറഞ്ഞ. അതുകൊണ്ട് സ്വാതി വ്യാഖ്യാനത്തിൽ കുറച്ചുകൂടെ മയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ. അത് തന്നെ നമ്മൾക്ക് ശക്തി പോരാന്ന് പറയും, അതായത് വേണ്ടാന്ന് വയ്ക്കുന്ന പറയും. അതുകൊണ്ട് കാമകേളികളിലുള്ള താത്പര്യം ആത്മാവിൻ്റെ മഹിമയെ കേട്ടിട്ട് പോലും മാറിയിട്ടില്ലല്ലോ എന്ന് നിവർന്നു നിന്നിട്ടാ ചോദിക്കുന്നത്. ചോദ്യമാണ്. ഇതൊക്കെ പരീക്ഷണമാണ്. ഇങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ ആളുണ്ടാവില്ല എന്ന് പറയും. അതാ പറഞ്ഞത്, ഇത് ഭാരതത്തിലേ നടക്കുള്ളൂ. വേറൊരു രാജാവിൻ്റെ മുന്നിൽ പോയിട്ട് രാജാവിനെ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എടുക്കാൻ പറയും അവൻ്റെ തല. തുടർന്ന് സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തതേ. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തതേ. സർവഭൂതേഷു ച ആത്മാനം സർവഭൂതാനി ച ആത്മനി. ഈശാവാസ്യം മൂപ്പര് ഉദ്ധരിച്ചതാ ഇത്. സർവഭൂതേഷു ച ആത്മാനം സർവഭൂതാനി ച ആത്മനി. ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ വരുന്ന ആശയമാണ് ഇതാണ്. സർവഭൂതേഷു, പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും, ച ആത്മാനം തന്നെ. അതുപോലെ സർവഭൂതാനി ച ആത്മനി, എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും തന്നെ. ഇങ്ങനെ മുനേഹേ ജാനത, മുനിയുടെ ദർശനമാണിത്. കാണുന്ന മുനിയിൽ ആശ്ചര്യം, അങ്ങനെ കാണുന്ന ഒരു മുനി, അങ്ങനെ ആരാണോ അത് കാണുന്നത് അവൻ മുനിയാണ്. ആ മുനിയിൽ എന്ത് കാണില്ല? മമത്വം അനുവർത്തതേ, ഞാനെന്നും എൻ്റേതെന്നും തുടർന്ന് കാണുന്നു എങ്കിൽ അത് അത്ഭുതം. ഏകത്വ ദർശനം നേടിയിട്ടുള്ള ഒരുവന് പിന്നെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത ഇല്ല. അതുകൊണ്ട് എന്താണ് മമത്വം? അഹമേഷാം മമ ഏതേ എന്നത് കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യമൊന്നുമല്ല അഷ്ടാവക്രം പറഞ്ഞിട്ടുള്ളത്. അവർ രണ്ടുപേരും മാത്രമാണ്. രണ്ടുപേരും മാത്രമുള്ളപ്പോൾ അഷ്ടാവക്രൻ ജനകനെ നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങയുടെ കാര്യത്തിൽ എനിക്കുള്ള അത്ഭുതം ഇതാണ്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ടല്ലോ, ഇതെങ്ങനെ നിന്നെ ഇത് എവിടെ നിന്ന് നിനക്ക് പിടികൂടി, നിന്നെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അത് അർജുനനോടാണ്. ഇതുപോലെ എവിടെ നിന്നാണ് നിങ്ങളെ ഇത് പിടികൂടിയത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കാരണം ഇത് ഒരിക്കലും ഒത്തുപോകാത്ത ഒന്നാണ്. പക്ഷെ അങ്ങ് വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസ്ഥിത പരമാദ്വൈതം മോക്ഷാർത്ഥേപി വ്യവസ്ഥിതഃ ആശ്ചര്യം കാമവശഗഃ വികലക്കേളി ശിക്ഷയാ. ആസ്ഥിത പരമാദ്വൈതം മോക്ഷാർത്ഥേപി വ്യവസ്ഥിതഃ ആശ്ചര്യം കാമവശഗഃ വികലക്കേളി ശിക്ഷയാ. ആസ്ഥിത പരമാദ്വൈതം, പരമാദ്വൈതം ആസ്ഥിത, പരമമായ അദ്വൈതത്തിൽ ആസ്ഥിതനായിട്ട്, അതിൻ്റെ ഇടയിലൊന്നുമില്ല, ആ ഏറ്റവും ഉത്കൃഷ്ടമായ ആ അവസാനത്തേതായിട്ടുള്ള
അതിൽ ആസ്ഥിതനായി ഇരുന്നു കൊണ്ട് നിലയുറപ്പിച്ചവനായിട്ട് മോക്ഷാർത്ഥേ അഭിവ്യവസ്ഥിത മോക്ഷത്തിനായി പ്രവർത്തിക്കുന്ന, അതിനായി നിലകൊള്ളുന്ന അവനിൽ ഞാൻ കാണുന്ന ആശ്ചര്യം, അത്ഭുതം, എന്നെ ചിന്തിപ്പിക്കുന്നത്, എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തത് എന്താണ്? കാമവശക വികല കേളി ശിക്ഷയ. എന്നാൽ കാമകേളികളിലേർപ്പെട്ട് അതിലവന് ആ രതിസുഖത്തിൽ അവൻ വശംവദനായിട്ട് അത് അവനെ എന്താ പറയുക, അവൻ അതിൽ വ്യാപൃതനായി നിലകൊള്ളുന്നുവല്ലോ, അതെന്നിൽ അത്ഭുതം ഉണ്ടാക്കുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഇങ്ങനെ എന്ന്. ഇതാ പറഞ്ഞത്. ഈ അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ കുഴപ്പക്കാരനാണ് എന്ന് പറയുന്നത്. കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ കുഴപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നമ്മുടെ മലയാളത്തിൽ പറയുന്ന കുഴപ്പക്കാരനല്ല കേട്ടോ. അതായത് അഷ്ടാവക്രനെ സംബന്ധിച്ച് ഈ നചികേതസ് യമധർമ്മൻ്റെ അടുത്ത് പോകുമ്പം യമധർമ്മൻ പരീക്ഷിക്കുന്നുണ്ട്. ശിഷ്യനെ പരീക്ഷിക്കുക തന്നെയത്, ഇത് പരീക്ഷണമാണ്. അപ്പം യമധർമ്മൻ നചികേതസിന് നൽകുന്നത് ഇതൊക്കെയാണ്. അനേകം സുന്ദരിമാരോടൊപ്പം നിനക്ക് യഥേഷ്ടം അവരുടെ നൃത്തങ്ങളും വാദ്യഘോഷങ്ങളും നൃത്തങ്ങളും ഒക്കെ നീ ഭൂമിയിലൊന്നും കാണാത്തത്, അതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ഭൂമിയിലൊന്നും ഇങ്ങനെ മഷിട്ട കാണാത്ത ജാതി ആളുകളായി ഇവരൊക്കെ. അവരോടൊപ്പം നീ ആനന്ദിക്കൂ നചികേതസെ. പക്ഷെ എന്നോട് ഇത് മാത്രം ചോദിക്കരുത്, ഈ സത്യം മാത്രം ചോദിക്കുക. ഏത് സത്യം? മരണാനന്തരം എന്താണ് എന്ന കാര്യം. മരണത്തിന് ശേഷം ചിലർ പറയുന്നു എന്താ അതോടുകൂടി എല്ലാം കഴിഞ്ഞു, എന്നാൽ ചിലർ പറയുന്നു തിരിച്ചു വരവുണ്ട് എന്ന്. അതിനെക്കുറിച്ച് അതൊഴിച്ച് നീ വേറെ എന്ത് ചോദിച്ചോ ഞാൻ ഇതൊക്കെ തരാം എന്ന് പറയാം. പരീക്ഷണമാണെന്ന് പറയും. അപ്പം ഇവിടെയും അഷ്ടാവക്രൻ ജനകനെ ഒന്ന് കുലുക്കുകയാണ്. ജനകനെ നോക്കിക്കൊണ്ട് ജനകൻ്റെ ജീവിതത്തിലേക്ക് ജനകൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ അഷ്ടാവക്രൻ, ഇപ്പോൾ ചിലരുടെയൊക്കെ ജാതകക്കുറിപ്പ് കണ്ടാൽ അറിയാമല്ലോ അല്ലേ, ചിലരൊക്കെ നിമിത്തം നോക്കി പറയും ആളെക്കുറിച്ച്. അങ്ങനെ ഉണ്ടല്ലോ, അവർ വന്നവിടെ ഇരുന്നാൽ മതി എന്നാൽ പറയും നിങ്ങൾ ഇങ്ങനെയാണ് അതാണ് ഇതാണ് ഇതൊക്കെയാണ് എന്ന പോലെ അഷ്ടാവക്രൻ നല്ലൊരു ജ്യോത്സ്യരായിട്ട് ഫലം പറയുക. ആരുടെ? ജനകൻ്റെ. ചിലപ്പോൾ നമ്മളോട് ജ്യോത്സ്യന്മാർ പറയുമല്ലോ, നിങ്ങൾ ഇങ്ങനെയൊന്നും കഴിയേണ്ട ആളല്ലല്ലോ, നിങ്ങൾ ശരിക്ക് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ കഴിയേണ്ടതാണ്. പക്ഷെ രാജാവാണെങ്കിലും നിങ്ങൾ യാചകനാണ്. നമുക്കത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. ശരിയാണ്, ഞാനിവിടെ ഒന്നും എത്തേണ്ട ആളായിരുന്നില്ല, എങ്ങനെ കഴിയേണ്ടവളായിരുന്നു എന്നറിയോ. അയ്യോ, അതെ, ഇതിങ്ങോട്ട് കേൾക്കുമ്പം നമുക്കെന്താണ് വളരെ സന്തോഷം. എന്നതുപോലെ അഷ്ടാവക്രൻ പറയുക, മുനിയെ പോലെ കഴിയേണ്ട ഒരാളാണ്, പക്ഷെ നോക്കുമ്പം അതുകൊണ്ട് ഇത് പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളെ ശരിയാക്കേണ്ടതുണ്ട്. തുടർന്ന് ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യാതി ദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്തമനുസൃതഃ. ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യാതി ദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്തമനുസൃതഃ. എല്ലാം ജനകനുള്ള നല്ല ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റാണ്. എല്ലാം അറിയാം ജനകന്, എല്ലാം അറിയുന്ന അങ്ങേക്ക് എന്തുകൊണ്ടിങ്ങനെ? ഇതാണ് ചോദ്യം. ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം. ഉദ്ഭൂതം പറയുന്നുണ്ട്. ഏതാണ്? ഗീതയൊക്കെ അറിയുമേ. ചിലപ്പം ഭഗവാൻ ഉദാഹരിച്ച കാര്യം അഷ്ടാവക്രൻ അറിയുമോയെന്നറിയില്ല. കാമത്തിൻ്റെ ഇരിപ്പിടം എല്ലാം അറിയുന്ന ദുർമിത്രമാണ്, അത് ജ്ഞാനത്തിൻ്റെ ശത്രുവാണ്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് സമുദ്ഭവിച്ചിട്ടുള്ള ഈ കാമം തന്നെയാണ് ഇതിനെല്ലാറ്റിനും കാരണമെന്ന് ശാസ്ത്രങ്ങളിൽ, ഗീതയിലും മറ്റു പലതിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കാരണത്തെ അറിയുന്ന ഒരാൾക്ക്, അതായത് ജ്ഞാനത്തിൻ്റെ ശത്രുവായിട്ടുള്ള കാമത്തെ അവധാര്യ എന്ന് പറഞ്ഞാൽ നന്നായി ബോധിച്ചിട്ടുള്ള അതിദുർബലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ, അതായത് പ്രായാധിക്യം, മറ്റ്
ശരീരത്തിൻ്റെ ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഇവിടെ പ്രായാധിക്യം തന്നെ. അന്ധകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമായി, ഇനി എങ്ങോട്ടേക്ക് പോകാൻ സമയമായി, എന്താ പറയുക, നമ്മുടെ ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ ലോകം വിട്ട് പോകാനുള്ള സമയമായി. അതിനുള്ള സൂചനകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആള് ലോകമൊന്നും വിട്ടു പോകാൻ തയ്യാറല്ല എന്ന് പറയാം. അന്ധകാലം പ്രാപിച്ചവനും കാമം ആകാംക്ഷേത്, അവൻ കാമത്തെ തന്നെ ആഗ്രഹിക്കുന്നു. ഇത് ആശ്ചര്യമാണല്ലോ. നോക്കുന്ന സമയത്ത് ഇപ്പം ജനകനും അഷ്ടാവക്രനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അഷ്ടാവക്രൻ ജനകന് കുറച്ച് പ്രായമുണ്ട്, പ്രായമുള്ള ഒരാളാണ്. കാരണം സീതാദേവിയൊക്കെ വിവാഹമൊക്കെ കഴിച്ചു കൊടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരച്ഛൻ തന്നെയാണ്. എന്നിട്ടും അത്ഭുതമാണ് എന്ന് പറഞ്ഞു. അപ്പം നന്നായി ബോധിച്ചിട്ടുള്ള ഒരാൾക്ക്, അറിയാത്ത ഒരാളല്ല, ശാസ്ത്രം പഠിക്കാത്ത ഒരാളല്ല, നന്നായി ശാസ്ത്രം ബോധിച്ചിട്ടുള്ള, ഒരുപാട് പേരിൽ നിന്ന് കേട്ടിട്ടുള്ള, ഒരുപാട് ജ്ഞാനികളുമായിട്ട്. കാരണം എൻ്റെ അച്ഛനെ പോലും വെള്ളത്തിലും താഴ്ത്തിയിടുന്ന സമയത്ത് എത്ര ഗംഭീരമായ ശാസ്ത്രജ്ഞാനമായിരിക്കും അവിടെ നടന്നത്. വന്തിയുമായിട്ട്, വന്തിയുടെ അടുത്തുനിന്ന് ന്യായശാസ്ത്രവും എല്ലാ ശാസ്ത്രവും, ഷഡംഗാദി ശാസ്ത്രേ ഷഡംഗാദി വേദോ മുഖേ ശാസ്ത്രവിദ്യ, വേദത്തിൻ്റെ മുഖം തന്നെ ബോധിച്ച ഒരാൾ, അത് ഷഡ് ശാസ്ത്രങ്ങളെയും എല്ലാ ദർശനങ്ങളെയും ബോധിച്ചിട്ടുള്ള ഒരാൾക്ക് അവധാര്യ എന്ന് പറഞ്ഞാൽ അതാണ്. പല വിധത്തിൽ പല ഗുരുക്കന്മാരിൽ നിന്ന് പല സമയത്ത് വളരെ കേമായിട്ട്, ഒന്നും കാട്ടിൽ പോയിട്ട് കേൾക്കേണ്ട ഒന്നും ആവശ്യമില്ലേ, രാജധാനിയിൽ ഇരുന്നാൽ മതി, ഏറ്റവും വലിയ ഗംഭീരന്മാരെയൊക്കെ അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടത് ചെയ്യുന്നുണ്ട്, ദാനവും ചെയ്യുന്നുണ്ട്. ചിലർക്ക് സ്വർണം കൊടുക്കും, ചിലർക്ക് പശുവിനെ കൊടുക്കും. ഈ വന്തിയെ കുറിച്ചൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഷ്ടാവക്രൻ അതിൻ്റെ ഇടയിൽ അങ്ങനെയും കൂടെ ഒരു ഇതുണ്ട്. ഇയാൾ പശുവിനെ ഈ കാപ്പുകളൊക്കെ കെട്ടിയിട്ടുള്ള പശുവിനെ അഴിച്ചു കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് ചർച്ച തുടങ്ങുക. അപ്പോൾ ഇതിൽ വിജയിക്കുന്നവന് ഇത്രയും പശുക്കളാണ്, 1000 പശുക്കളോ അങ്ങനെ ഇത്രയോ കണക്കൊക്കെ ഉണ്ട്. അതിൽ ഇത്ര പശുക്കളെ കൊമ്പിൽ സ്വർണ്ണമൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വലിയ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് അയാൾക്കറിയാം അയാളുടെ അത് ചർച്ച അങ്ങനെയാണ് തുടങ്ങുക. അയാൾ എന്ത് ചെയ്യും, ഇതിനെ അഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കും. അയാളല്ല അഴിക്കുക, അയാളുടെ ശിഷ്യനോട് പറയും, കൊണ്ടുപോകാൻ പറയും, കൊണ്ടുപോയിക്കോളാൻ പറയും, നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ തടയാൻ നിൽക്കും. അതെങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, വാദമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി തുടങ്ങാം എന്നായി. അങ്ങനെ പറഞ്ഞവൻ പെട്ടു, പിന്നെ അവനെയാണ്. അതുകൊണ്ട് പലരും ചടങ്ങിൽ പോവേ ഉള്ളൂ. വല്ല എന്താണ് പശുവിനെ ആരെങ്കിലും ഈ പറഞ്ഞ ഇയാൾക്കൊരു റാമൂളിയ ഒരു പശുവിനെ ഏറ്റവും കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കും ഇങ്ങനെ. അപ്പോൾ അവരെ ഒരു പശുവോ 2 പശുവോ ഏറ്റവും കൊടുക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടില്ല എന്ന് പറയാം. അപ്പോഴാണ് തുടങ്ങിക്കോളാൻ പറഞ്ഞത്. അങ്ങനെ ജ്ഞാനികൾ, വലിയ വലിയ താർക്കികന്മാർ, പിന്നെ സത്യത്തെ ബോധിച്ചിട്ടുള്ളവർ, ഇവരിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അവധാര്യ എന്നത്. ഒരാൾക്ക് ഇങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് അത്ഭുതം, ആശ്ചര്യം. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഇഹ ഇവിടെ, അമുത്ര മറ്റൊരിടത്ത്. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ നിന്നാണ് പറയുക. പരലോകം അല്ലെങ്കിൽ മറ്റൊരിടത്ത്, ഇവിടെ അല്ലെങ്കിൽ അവിടെ. അപ്പം ഇവിടെ നിന്ന് കെട്ടുനിറയ്ക്കണു, പോകുന്നത് ശബരിമലയ്ക്കാണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് തന്നെ ചെയ്യണം. എവിടേക്കുള്ളത്? ശബരിമലയിലേക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയും. മേൽശാന്തി നമ്മുടെ സ്വന്തം ആളാണ്, അതുകൊണ്ട് വിളിച്ചിട്ടുണ്ട്, അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരിട്ട് അഭിഷേകം, വലിയ വരിയൊന്നും ക്യൂ ഒന്നും നിൽക്കാതെ കെട്ടുവെക്കാനും താമസിക്കാനും ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മുടെ സ്വന്തം ആളുള്ളതുകൊണ്ട് അവിടെ ഗസ്റ്റ് ഹൗസിൽ നമുക്ക് വിരിവെക്കാനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഹ അമുത്ര അവിടെ.
രാജാക്കന്മാരെപ്പോഴും ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് പോകണമെങ്കിലും അവരാദ്യം പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ വേണ്ടത് ഏർപ്പാടാക്കും. എന്നിട്ടാണ് ഇവിടുന്ന് എഴുന്നള്ളപ്പ് തുടങ്ങുക. രാജാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, രാജ്ഞിമാര്. അപ്പൊ ഇഹ അമുത്ര അങ്ങനെയല്ലേ? അതേന്നാ. അതുകൊണ്ടാ ചില നല്ല നല്ല ചില സൗധങ്ങളൊക്കെ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഉണ്ടാവും. ഇപ്പോൾ പറയാറുണ്ട്, ഇവിടെ രാജാവിന് മഹാരാജാവിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്, പക്ഷെ മഹാരാജാവിന് വന്നിട്ടില്ല എന്ന് പറയും. വരുന്നൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. ഇപ്പം കാര്യസ്ഥന്മാരൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് വിശ്രമിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ. അപ്പം ഇവിടെ അവിടെ ഈ ലോകം പരലോകം, അമുത്ര എന്നുള്ളതിന് അവിടെ നിന്ന്. അതുകൊണ്ട് ഇവിടെയും അവിടെയും ഒരു നിസ്സംഗനെ സംബന്ധിച്ച് തൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണോ, അതാണല്ലോ തപോവന സ്വാമികളുടെയൊക്കെ യാത്രാവിവരണം വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എവിടെയാണ് ഇന്ന് രാത്രി അന്തി ഉറങ്ങാൻ പോകുന്നത്, ഉച്ചയ്ക്ക് എവിടുന്ന ഭക്ഷണം, രാത്രി എവിടുന്ന ഭക്ഷണം, ഒന്നുമില്ല, നടപ്പാണ് അങ്ങോട്ട്. തപോവൻ സ്വാമികൾ മാത്രമല്ല, സ്വാമിജി അങ്ങനെയായിരുന്നു. എത്രയോ മഹാത്മാക്കള്. നമ്മുടെ ആദ്യത്തെ ഹിമാലയ യാത്ര ചിന്മയ മിഷൻ ഞങ്ങൾ അങ്ങനെയായിരുന്നു. എവിടെയാന്ന് ഒന്നും അറിയില്ല, അതും കുറച്ച് ആളുകളെ ആയിട്ടെ. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. കൊണ്ടുപോയിട്ടുള്ള ഞങ്ങൾ 2-3 സ്വാമിമാരുണ്ട്. അന്ന് എത്ര പേര് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം കണക്കെടുക്കുമ്പോഴും കണക്ക് തെറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ചിലരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണോ നമുക്ക് സംശയമായിരുന്നു. ഞങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ കാശ് വിരിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അത്ര നിങ്ങൾ ആര്? അത് ഞാൻ ആ സ്വാമിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ഈ സ്വാമിയുടെ അടുത്ത്. അങ്ങനെ നമ്മൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ വരൻ്റെ പാർട്ടിയാണോ വധുവിൻ്റെ പാർട്ടിയാണോ എന്ന് അറിയില്ലല്ലോ. അതുപോലെ ഈ അന്ന് പ്രബുദ്ധ ചൈതന്യ എന്ന് പറയുന്ന അധ്യാത്മാനന്ദ സ്വാമിയും സന്ദീപ് ചൈതന്യ എന്ന് പറയുന്ന സ്വാമി, ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. അത് അപ്പോൾ അധ്യാത്മാനന്ദജിയുടെ കൂടെയാണോ നമ്മുടെ കൂടെയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലും ആണെന്ന് പറയും. ഞങ്ങൾ 2 വിഭാഗമായിട്ട് പോയതായിരുന്നു. അപ്പം ഇതുപോലെ ഒരു ഗ്യാരണ്ടി ഇല്ല. എവിടെ ഉറങ്ങുക, എവിടുന്ന ഭക്ഷണം കഴിക്കുക, അടുത്തത് എവിടെ എത്തും, ഇത്ര ദിവസമുണ്ട്, റെയിൽവേ ടിക്കറ്റ് ഇത്രാം തീയതി തിരിച്ച് ഡൽഹിയിലെത്തണം, അത് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അതും ഉണ്ടാവില്ല, തിരിച്ച് എപ്പോഴെത്തും എന്നില്ല, അങ്ങനെ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനി അങ്ങനെയാണ്. അവൻ എന്താണ്, ഇവിടെ അവിടെ, ഇഹ അമുത്ര, ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ അനുഭവമണ്ഡലത്തിൽ, ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം, അമുത്ര മറ്റൊരു അനുഭവമണ്ഡലം. അവിടെ വിരക്തനാണ്. ഇവിടേക്കും കരുതുന്നില്ല, മറ്റൊരിടത്തേക്കും കരുതുന്നില്ല. അങ്ങനെ കരുതാത്ത നിത്യാനിത്യ വിവേകിന. വേദാന്തത്തിൽ വേദാന്ത ശാസ്ത്രം അധ്യയനം ചെയ്യുന്നതിന് സാധകന് ഉണ്ടായിരിക്കേണ്ടുന്ന ആദ്യത്തെ യോഗ്യതയാണ് നിത്യാനിത്യ വസ്തു വിവേകതോ. നിത്യാനിത്യ വസ്തു വിവേക, നിത്യമേത് അനിത്യമേത് എന്ന തിരിച്ചറിവുള്ള ഒരുവന്. അപ്പം നിത്യവും അനിത്യവും, നിത്യവസ്തു ഏകം ബ്രഹ്മ തദ് വ്യതിരിക്തം സർവമനിത്യം, ഇതാണ് നിത്യാനിത്യ വസ്തു വിവേകം. ഇതുള്ള ഒരുവന് മോക്ഷകാമസ്യ, അവൻ്റെ ആഗ്രഹം എന്താണ്, മോക്ഷത്തോടാണ്. അവന് മോക്ഷാദ് ഏവ, മോക്ഷത്തിൽ നിന്ന് തന്നെ, വിഭീഷക ആശ്ചര്യം, വിഭീഷക ഭയം ഉണ്ടാവുന്നു. അത് ഒരു വിചിത്രമായിട്ടുള്ള ഒന്നാണ്. അവനും എന്തുണ്ടാവുന്നു, ഭയം എന്നതുണ്ടാവുന്നു. മോക്ഷത്തിൻ്റെ കാര്യത്തിലുണ്ട് ഭയം. മോക്ഷം കിട്ടുമോ കിട്ടില്ലേന്ന്. മോക്ഷം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ? അതുകൊണ്ട് ചിലർക്കൊക്കെ ധ്യാനിക്കാൻ ഭയമാണ്. ഭഗവത്ഗീത കേൾക്കുന്നത് ഭയം, എന്താ നന്നായി പോവോ എന്നുള്ള ഭയം. ചിലർക്ക് അങ്ങനെയുണ്ട്, നേരെയായി പോകുമെന്നുള്ള ഭയം. നേരെ ആവണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭാര്യ കേൾക്കാൻ പോകുന്നത് ഭർത്താവിന് ഭയമാണ്. കാരണം ഇവള് നേരെയായാലോ, ഞാൻ നേരെയാവണം, പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയുണ്ട്. എന്താണ്, ഞങ്ങൾക്ക് 2 പേർക്കും കുറേ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ നേരെ പ്രശ്നമാണെന്ന് പറയും. അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ആശ്ചര്യം, അതും അഷ്ടാവക്രൻ ജനകനിൽ കാണുന്ന മറ്റൊരാശ്ചര്യമാണ്. ആശ്ചര്യം ഗീതയിൽ ഭഗവാൻ പറയല്ലോ, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈന മന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. എങ്ങനെയൊക്കെ നോക്കിയാലും ആശ്ചര്യമാണ്.